അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാന്തപുരം എന്ന് കേൾക്കുമ്പോൾ സുന്നി കൈരളിക്ക് ഒരു ആവേശമാണ്. സുന്നത്ത് ജമാഅത്ത് എവിടെ ഉണ്ടോ അവർക്ക് ആവേശമാണ്. എന്നാലോ ചില ആളുകൾക്ക് കാന്തപുരത്തിന്റെ മഹത്വമൊന്നും കേട്ടുകൂടാ. അവർക്ക് ഇങ്ങനെ ഹാലളകാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാന്തപുരം ഉസ്താദിനെ ഒരു മെല്ലെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. പക്ഷേ അത് അവിടെ തന്നെ കെട്ടടങ്ങി. ഇപ്പോൾ മണ്ണാർക്കാട് MLA വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ കാന്തപുരം ഉസ്താദിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ എല്ലാം ഇങ്ങനെ വരികയുണ്ടായി. ഇത് കണ്ടാൽ ഇവർക്ക് എന്താവും, ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാല. അപ്പോൾ ഉസ്താദിന്റെ മഹത്വം അംഗീകരിക്കാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. അതൊരു മഹാവ്യക്തിത്വമാണ് കാന്തപുരം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വിചാരിക്കും പോലെ സിമ്പിളായിട്ട് ഒരു തള്ളിക്കളയുന്ന, നമ്മളെന്തെങ്കിലും രണ്ട് പരിഹാസ വാക്കുകൾ പറഞ്ഞാൽ, വിമർശിച്ചാൽ, തെറി പറഞ്ഞാൽ അടങ്ങുന്ന ഒരു ലോകമല്ല കാന്തപുരം എന്ന് പറയുന്നത്. അവർ ഒരു വലിയ വ്യക്തിത്വമാണ്. അത് കേരളത്തിലെ മന്ത്രിമാർ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പുറം ലോകത്തിലെ രാജാക്കന്മാർ വരെ അംഗീകരിച്ച് ഉസ്താദിന്റെ മഹത്വം അറിഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് ആരും കാന്തപുരം ഉസ്താദിന്റെ മഹത്വം കണ്ടുകൊണ്ട് ഇങ്ങനെ ഭ്രാന്തളക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അതിന് നിങ്ങൾ ചികിത്സ തേടണം എന്നല്ലാതെ കാന്തപുരം ഉസ്താദിന്റെ മഹത്വത്തിന് ഒരു കുറവും വരുത്താൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ദിവസം കഴിയുന്നവരും ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കാരണം ഇൽമിനാലുള്ള, അതായത് അള്ളാഹുവിന്റെ ആ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഇൽമിയായ ജീവിതത്തിൽ അവർ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകൾ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വ്യാജത്വരീക്കത്തുകാർ കാന്തപുരം ഉസ്താദിന്റെ പേര് ഇങ്ങനെ ഇട്ടുകൊണ്ട് വിമർശിക്കുക. പക്ഷെ അവരിങ്ങനെ വിമർശിക്കുക എന്ന് അല്ലാതെ, അവർ വിമർശിച്ച് അവർ ചത്തൊടുങ്ങുകയല്ലാതെ കാന്തപുരം ഉസ്താദിന്റെ മഹത്വത്തിന്റെ ഒരു കേടുപാടുകളും സംഭവിക്കുന്നില്ല. കാന്തപുരം ഉസ്താദ് ഇങ്ങനെ മഹത്വം ഉയർന്നുകൊണ്ട് ഇങ്ങനെ ഉയർച്ചയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വിമർശിക്കുന്നവർ താഴ്ന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതാണ് കാണുന്നത്. ഇവിടെ കാണുന്ന വസ്തുത അങ്ങനെയാണ്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ ചൊറിയുകയോ പരിഹസിക്കുകയോ അവിടുത്തെ ഏതെങ്കിലും വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഉപദേശിക്കാൻ വരികയോ ആരും ചെയ്യണ്ട. കാന്തപുരം ഉസ്താദ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിമാനവും അന്തസ്സും ശക്തിയുമാണ് കാന്തപുരം ഉസ്താദിന്റെ പിന്നാലെയും കാന്തപുരം ഉസ്താദിന്റെ കൂടെയും ഉള്ളത്. അതുകൊണ്ട് ആരും അത് വെച്ചിട്ട് കളിക്കാൻ വരണ്ട. കാന്തപുരം ഉസ്താദിന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായമുണ്ട്, മഹാന്മാരെ പൊരുത്തമുണ്ട്. അതെല്ലാം നാം മനസ്സിലാക്കണം. നാം ചെറിയ എന്തെങ്കിലും കിട്ടിയിട്ടാകുമ്പോൾ നമ്മൾ എന്തും ചെയ്യാന്നിട്ട് വിചാരിക്കേണ്ട. പക്ഷേ എല്ലാവരും ജയിക്കുന്നതിന് മുമ്പ് കാന്തപുരം ഉസ്താദിനെ കണ്ടവരുണ്ട്, ജയിച്ചതിന് ശേഷവും കണ്ടവരുണ്ട്. വിമർശിച്ചവരും കാന്തപുരം ഉസ്താദിനെ പരിഹസിച്ച് മൂലക്കിരുന്നവൻ അനുമൂലക്കന്നെ ബാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പരിഹസിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ മുണ്ടാതിരുന്നോ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ മഹത്വം അംഗീകരിച്ചോ. അല്ലാതെ നീടെ വന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊളാവാൻ നിൽക്കണ്ട. കാന്തപുരം ഉസ്താദിനെ കൊളാക്കാനോ കാന്തപുരം ഉസ്താദിന്റെ മഹത്വത്തെ ഭംഗം വരുത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനും അവിടുത്തെ അനുയായികളായ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഉസ്താദിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. ഉസ്താദിന്റെ ശബ്ദം എന്നുള്ളത് അത് ഒരു റൂമിന്റെ ഉള്ളിൽ അടങ്ങുന്ന ഒരു ശബ്ദമല്ല, മറിച്ച് അത് ലോകത്തിനെത്തുന്ന ശബ്ദമാണ്. ഇപ്പോൾ ബംഗാളിലും അസാമിലും നടക്കുന്ന ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ, മുസ്ലിമുകൾക്ക് നേരെ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കെല്ലാം അവിടുത്തേതായ മന്ത്രിമാരെയെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്, കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല നിലക്ക് അവരോട് പെരുമാറണം, അവർക്ക് നല്ല സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന് കഴിയുന്നതായ എല്ലാ സഹായങ്ങളും കേരളത്തിലുള്ള മാത്രമല്ല, ഇന്ത്യയിലുള്ള മാത്രമല്ല, എവിടെയെല്ലാം ഉസ്താദിനെ കൊണ്ട് എന്ത് നന്മ ചെയ്യാൻ കഴിയും, എന്ത് സാന്ത്വന പ്രവർത്തനം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഉസ്താദ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ചില ആളുകൾ ഇങ്ങനെ ഒരു റൂമിനുള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യം. ഉസ്താദ് എന്നുള്ളത് ഒരു പ്രപഞ്ചം പോലെയാണ്. അപ്പൊ നിങ്ങൾ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കിണറ്റിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു തൊണ്ടിന്റെ ഉള്ളിലുള്ള ഒരു തവളനെ പോലെ ഇതെന്റെ ലോകം എന്ന് അറിഞ്ഞിട്ട് ഇരുന്ന പോലെ ഒന്നും അല്ല. കാന്തപുരം ഉസ്താദിനെ മനസ്സിലാക്കാതെ ചൊറിയാൻ വരരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് എല്ലാ പുത്തനാശയത്തിൽ നിന്നും ഒഴിവായി നല്ല മനസ്സോടെ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.